യേശുവെൻ്റെ രക്ഷകൻ, യേശുവെൻ്റെ പാലകൻ, യേശുവെൻ അഭയസ്ഥാനം. യേശുവെൻ്റെ രക്ഷകൻ, യേശുവെൻ്റെ പാലകൻ, യേശുവെൻ അഭയസ്ഥാനം. നീറിടും വേളയിൽ യേശുവെനിക്കേകിടും നന്മയൻ നേരുറവാ. നീറിടും വേളയിൽ യേശുവെനിക്കേകിടും നന്മയൻ നേരുറവാ. യേശുവെനിക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. യേശുവെനിക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. ആകുല നേരത്തും ആനന്ദഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ യേശുവെനിക്കേകിടും നന്മയിൻ നേരുറവാ. നീറിടും വേളയിൽ യേശുവെനിക്കേകിടും നന്മയിൻ നേരുറവാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 1-ാം 21 ഫിലിപ്പീൻസ് ചാപ്റ്റർ 1:21. For to me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഇതിന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ അവിടുന്ന് ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. കൂരിരുൾ താഴ്വരയെ പറയുന്ന മറ്റൊരു പേരാണ് മരണത്താഴ്വര. ഒരു ദൈവഭക്തൻ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി കടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇന്ന് അനേകർ മരണത്തെ ഭയപ്പെടുന്നവരാണ്. ജീവിതത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിവാക്കുന്നത് മരണത്തിലൂടെയാണ്. എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ആയിരിക്കും എങ്ങനെ മരിക്കുന്നു എന്നുള്ളത്. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്തതുമായ പരമഭാഗ്യത്തിലേക്ക് പ്രവേശന കവാടമായി മരണത്തെ നാം കാണണം. നമ്മുടെ ജീവിതത്തിൽ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ ഉണ്ടാകാം. മറ്റുള്ളവരുടെ മരണം പാടെ തളർത്തിയവരും ഉണ്ടാകാം. ആ സമയം ജീവിതം ശൂന്യമായി തീർന്നു എന്ന് കരുതി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കരുത്. ആധ്യാത്മിക പരിപാടികളിലും സമൂഹത്തിലെ നല്ല പ്രസ്ഥാനങ്ങളിലും ഏർപ്പെടുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്താൽ അത് മനസ്സിന് സംതൃപ്തി നൽകും. നമ്മുടെ ജീവിതത്തിലെ പലതും ദൈവത്തിൻ്റെ അറിവിലും നിയന്ത്രണത്തിലും ആണ്. ആ ഒരു സത്യം മറക്കരുത്. അവിടുന്ന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമ്മെ അവിടുത്തെ കരങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഹിതം നിറവേറ്റാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമുക്ക് ചുറ്റും നടക്കുന്ന ഈ മരണസംബന്ധമായ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് പലരും മരണാനന്തര ബഹുമതികൾ കൊടുക്കുന്നവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാത്ത സ്നേഹാദരവുകൾ മരണാനന്തരം പലർക്കും ലഭിക്കുന്നു.
ജീവിച്ചിരിക്കുമ്പോൾ അവഗണിക്കപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരും മരണസമയത്ത് പ്രകീർത്തിക്കപ്പെടുന്നു. തിരിഞ്ഞു നോക്കാത്തവർ ഇപ്പോൾ സ്മരണാഞ്ജലി അർപ്പിക്കുന്നവരായി മാറുന്നു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മക്കൾ അവർ മരിച്ചു കഴിയുമ്പോൾ കാണിച്ചു കൂട്ടുന്ന ബഹളങ്ങൾ കൃത്രിമത്വം നിറഞ്ഞതാണ്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ബർത്ത്ഡേ വന്നാൽ ഒരു റോസാപുഷ്പം പോലും കൊടുത്ത് അവരെ വിഷ് ചെയ്യാത്ത മക്കൾ മരിച്ചു കഴിഞ്ഞാൽ റോസാ പുഷ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുഷ്പം കൊണ്ടോ വലിയ റീത്തുണ്ടാക്കി അപ്പൻ്റെ അമ്മയുടെ നെഞ്ചത്ത് കൊണ്ട് വെച്ചിട്ട് പറയും, ഇന്നാ മണുത്തോ അമ്മേ അപ്പ. മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പ് മകനെ മകളെ നിന്റെ അപ്പനും അമ്മയും അവരെ സന്തോഷിപ്പിക്കും. അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. വാർദ്ധക്യകാലത്ത് അവരുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കാം. മരിച്ചതിന് ശേഷം ഈ കാണിച്ചു കൂട്ടുന്ന കാവിട്യത്തിന് ഒരു അർത്ഥവുമില്ല. മൃതദേഹത്തിൽ നൽകുന്ന ചുടുചുംബനങ്ങളുണ്ടല്ലോ, അത് വീഡിയോക്കാരനെ കൊണ്ട് പകർത്തിക്കുവാൻ അവർ അത്യന്തം ഉത്സാഹിക്കുന്നു. ഇത് സെൽഫിയുടെ കാലമാണല്ലോ. മരിച്ചതിന് ശേഷം മാതാപിതാക്കളുടെ കൂടെ സെൽഫി എടുക്കുന്ന മക്കളുണ്ട്. വിലാപയാത്ര ആ ദേശത്തെ ഒരു വലിയ സംഭവമാക്കി തീർക്കുവാൻ മക്കൾ ഉത്സാഹിക്കുകയാണ്. ചിലർക്ക് മരണാനന്തരമായിട്ടുള്ള ഈ ആഘോഷം ഒരു വിവാഹം പോലെയാണ്. ഇത് കണ്ട് മരിച്ച ആളുടെ ആത്മാവ് ചോദിക്കുന്നുണ്ടാകാം, എൻ്റെ രോഗക്കിടക്കയിൽ എനിക്ക് സ്നേഹം നൽകുന്നതിനോ എന്നെ പരിചരിക്കുന്നതിനോ കഴിയാത്ത നിങ്ങളുടെ ഈ പ്രകടനങ്ങൾ എല്ലാം എന്തിനാണ്? ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നൽകുന്ന സ്നേഹവും പരിചരണവും ആണ് അഭികാമ്യം. മരണാനന്തരമുള്ള പ്രകടനങ്ങൾ അല്ല വേണ്ടത്. ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യൻ ചർച്ചിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു, എല്ലാ കടവും വീട്ടിയിട്ടാണ് മരിച്ചത്. പക്ഷെ മരണശേഷവും ആ വ്യക്തിക്ക് ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ ഈ മരിച്ച ആൾക്ക് വേണ്ടി 500 നോട്ടുകൾ എണ്ണിക്കൊടുത്താൽ മാത്രമേ ഈ വ്യക്തിയെ അടക്കാൻ പറ്റുകയുള്ളൂ. ആ വ്യക്തിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആൾ വരികയുള്ളൂ. അർത്ഥശൂന്യമായ പ്രവൃത്തികൾ. ഇന്ന് മരണം ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. നിയന്ത്രണ വിധേയമാകാത്ത പല രോഗങ്ങളും ഇന്ന് സംഹാരതാണ്ഡവമാടുകയാണ്. മാരകമായ രോഗം വരുമ്പോൾ പലരും മനസ്സിടിഞ്ഞ് നിരാശരായി കഠിന വിഷാദത്തിന് അടിമകളാകാം. എന്നാൽ ചുരുക്കം ചിലർ സമചിത്തതയോടും ധൈര്യത്തോടും രോഗത്തെയും മരണത്തെയും നേരിടും. ഏത് രോഗാവസ്ഥയിലും പൗലോസ് അപ്പോസ്തലന്റെ ഈ വചനം നമുക്ക് ഉത്തേജനം നൽകുന്നതാണ്. അത് നമുക്ക് വായിക്കാം. റോമർ 8:37 മുതൽ 39 വരെയുള്ള വാക്യത്തിൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഉറപ്പാണ് ജീവിച്ചിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടത്. ഒരു വ്യക്തി മരിച്ചതിന് ശേഷം അവനു വേണ്ടി ഒരു ശുശ്രൂഷയും ചെയ്തിട്ട് കാര്യമില്ല. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. എന്താണെന്നറിയാവോ? ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ തിരുവചനപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ ആ മരണത്തിൻ്റെ അന്ന് തന്നെ ഓൺ ദ സ്പോട്ടിൽ അവൻ്റെ ആത്മാവ് കർത്താവ് യേശുവിൻ്റെ കൂടെയായിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 55 മുതൽ 57 വാക്യത്തിൽ വീണ്ടും പൗലോസ് നമുക്ക് പ്രത്യാശരുന്ന ആ നിത്യമായ സത്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരണം അന്ത്യമല്ല, ഒരു ആരംഭമാണ്, തുടക്കമാണ്. വേദനകളുടെയും ഏകാന്തതയുടെയും ദുഃഖത്തിൻ്റെയും യാതനയുടെയും അന്ത്യമാണ് മരണത്തോടെ സംഭവിക്കുന്നത്. എന്നാൽ മരണം കൊണ്ട് ഇവയൊന്നും ഇല്ലാത്ത ഒരു ജീവിതം ആരംഭിക്കുകയാണ് എന്ന സത്യം പലരും മറന്നുപോവുകയാണ്. ആ ജീവിതത്തെപ്പറ്റി പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 21:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഇതാ, മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, താൻ
അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ, ഞാൻ സകലതും പുതിയതാക്കുന്നു എന്ന് അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നവൻ കൽപ്പിച്ചു. നമ്മുടെ ദൈവത്തിന്റെ കൂടാരത്തിൽ നമ്മെ ചേർക്കുന്ന ദിവസം എത്രയും വേഗം സമാഗതമാകും. അങ്ങനെയുള്ളവർ ധീരതയോടെ പറയും. വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. For to me to live is Christ and to die is gain. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ അവിടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തിയനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മരിച്ചാലും ഞാൻ ജീവിച്ചാലും കർത്താവിനുള്ളത് അതേ കർത്താവേ, സ്തോത്രം. യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരണത്തെ കാണത്തില്ല. അതേ കർത്താവേ, അവിടുന്ന് തരുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന ഹല്ലേലൂയ ജീവിതമായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുമ്പോൾ നിരാശപ്പെട്ട് പുറകോട്ട് പോകാതെ പ്രത്യാശയോടെ ഹല്ലേലൂയ അവങ്കിലേക്ക് നോക്കി പ്രകാശിതരെ അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്ന് അവിടുത്തെ തിരുവചനം പറയുന്നത് പോലെ പ്രത്യാശ തരുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രമപ്പാ. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പ്രത്യാശ ഉള്ളവരായി മാറട്ടെ. സ്വർഗത്തിൻ്റെ അഭിഷേകത്താൽ അവർ നിറയപ്പെടട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ പോകുന്നിടത്തേക്കും തിരുസാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയുടെ സ്തുതിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. കാലഘട്ടത്തിൻ്റെതായ എല്ലാ സാംക്രമിക രോഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പനിയുടെ അസ്വസ്ഥതയിൽ നിന്ന് നിന്റെ മക്കളെ പൂർണ്ണമായി വിടുവിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ലോകരാഷ്ട്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവേ, ഹല്ലേലൂയ. ഓരോ രാഷ്ട്രത്തെയും ഓരോ രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൻ്റെ കെടുതി മാറിപ്പോട്ടെ, യുദ്ധത്തിൻ്റെ ഭീഷണി മാറിപ്പോട്ടെ. ഹല്ലേലൂയ. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ, ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, തലമുറകളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് മക്കളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ധൈര്യം പകരണമേ കർത്താവേ. ഇന്നത്തെ ദിനത്തിനായി നന്ദി. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. യേശു സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. യേശു സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. നീറിടും വേളയിൽ യേശുവെനിക്കേകിടും, നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ യേശുവെനിക്കേകിടും, നന്മയിൻ നീരുറവാ. യേശുവെൻ്റെ രക്ഷകൻ, യേശുവെൻ്റെ പാലകൻ, യേശുവെന്ന ഭയസ്ഥാനം. യേശുവെൻ്റെ രക്ഷകൻ, യേശുവെൻ്റെ പാലകൻ, യേശുവെന്ന ഭയസ്ഥാനം.
നീറിടും വേളയിൽ യേശുവെനിക്കേകിടും നന്മയിൻ നേരുറവാ. നീറിടും വേളയിൽ യേശുവെനിക്കേകിടും നന്മയിൻ നേരുറവാ.